നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് തെലങ്കാന സെക്രട്ടേറിയറ്റിൽ, അതായത് ഹൈദരാബാദുള്ള സെക്രട്ടേറിയറ്റിനകത്ത് കയറാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഹൈദരാബാദ് സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഹൈദരാബാദിൻ്റെ സെക്രട്ടേറിയറ്റ് സ്ഥലം വളരെ മനോഹരമാണ്. 2022 മാത്രം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ ഒരു മനോഹരമായ കെട്ടിടം അത് സുന്ദരമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ, അവിടെ നിന്ന് ദൂരെ നോക്കിയാൽ ആ വിളക്ക്, ആ ചിരാത് കാണാൻ സാധിക്കും കേട്ടോ. ആ ചിരാത് മനോഹരമാണ്. റോഡിലൂടെയൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും. തെലങ്കാന മാർട്ടിയേഴ്സ് മെമ്മോറിയൽ, തെലങ്കാന അമരജ്യോതി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചിരാത് 369 പേര് സെപ്പറേറ്റ് തെലങ്കാന സ്റ്റേറ്റ് വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിതമായതാണ്. എത്ര മനോഹരമാണ് ആ കാഴ്ച കാണാൻ. രാത്രിയിൽ വൈദ്യുത അലങ്കാരത്താൽ മനോഹരമായ നമ്മുടെ സെക്രട്ടേറിയറ്റ് കെട്ടിടം, അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയൊക്കെ കെട്ടിടമാണിത്. ഡോക്ടർ BR അംബേദ്കർ മെമ്മോറിയൽ കെട്ടിടം, മെമ്മോറിയൽ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ ഇതിന് പേര് വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കുറച്ച് റിസ്കി പരിപാടിയാണ്. ഫോൺ കൊണ്ട് പോകുന്നത് അതിലും റിസ്കി പരിപാടിയാണ്. നമ്മളോട് ആരും ഫോൺ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നു. നമ്മൾ വീഡിയോ എടുക്കേണ്ടെന്ന് ആരും പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നു. നമ്മൾ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണിത് കേട്ടോ. മനോഹരമായ ദീപാലങ്കാരത്താൽ സെക്രട്ടേറിയറ്റ് പ്രകാശത്തിൽ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ മനോഹരമായ കാഴ്ച. കയറിപ്പോകുമ്പോൾ സ്കാൻ ചെയ്തിട്ടൊക്കെ വേണം കയറിപ്പോകാൻ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിപ്പോകേണ്ടതാണ്. അപ്പോൾ ദൂരെ നോക്കുമ്പോൾ അവിടെ ആ അംബേദ്കറിൻ്റെ പ്രതിമ അവിടെ ദൂരെ നമ്മളെ നോക്കി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. തെലങ്കാന മുഖ്യമന്ത്രി റേവന്ത് റെഡ്ഡിയുമായിട്ട് എനിക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ ഉള്ള കാഴ്ചകളെ ഒപ്പിയെടുക്കുകയാണ്. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകളാണ്. 27 ഏക്കറിലാണ് ഈ ഒരു കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. 18 മീറ്റർ നീളം ഈ ഒരു കെട്ടിടത്തിനുണ്ട്. 616 കോടി രൂപയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള എൻജിനീയേഴ്സാണ് ഈ ഒരു കെട്ടിടം പണിഞ്ഞത്. വളരെ മനോഹരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടം. അതിൻ്റെ മുകളിൽ അശോക സ്തംഭമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയുള്ള നടക്കുന്ന വീഡിയോ ആണ്. താഴെ എല്ലാം ഗ്രാനൈറ്റും മാർബിളും ഒക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ കുറേ രാഷ്ട്രീയക്കാരും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മനോഹരമാണ് കേട്ടോ. ഞാൻ ഇതിനകത്തൂടെയൊക്കെ ചുമ്മാതെ ഓരോ നിലയിൽ ഇറങ്ങി ചുമ്മാ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. നമ്മുടെ കാശൊക്കെ കൊടുത്ത് പണിയല്ലേ, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മൊത്തത്തിലൊരു ചെക്ക്. അങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ നടന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ച കുറേ കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നും അല്ല എന്നുള്ളിൽ കയറി ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അവിടെ ഒരുപാട് റൂമുകളും ഒരുപാട് ഓഫീസുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചീഫ് മിനിസ്റ്ററിൻ്റെ പ്രത്യേക ക്യാബിനുകളും പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ വന്ന മീറ്റിങ്ങിന് ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ മീറ്റിങ്ങിൻ്റെ സംഭവം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ താഴെ നോക്കിയപ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെ ഓരോന്നായിട്ട് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അങ്ങനെ കാണാൻ സാധിക്കും. ഇത് പകൽ വെളിച്ചത്തിലാണ്. മറ്റേ രാത്രി വെളിച്ചത്തിൽ നിങ്ങൾ കണ്ടെങ്കിൽ ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ എല്ലാ സമയത്തും നമുക്കവിടെ പ്രവേശനം അനുവദിച്ചിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ പകൽ വെളിച്ചത്തിലുള്ള ദൃശ്യം കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഓസം. ഇതുപോലൊരു മനോഹരമായൊക്കെ ഒരു കെട്ടിടമൊക്കെ തെലങ്കാന സെക്രട്ടേറിയറ്റായിട്ട് പ്രവർത്തിക്കുന്നതിൽ നമുക്ക് അഭിമാനം കൊള്ളാം. ഓരോ കാഴ്ചകളും നമ്മളെ അതിശയപ്പെടുത്തുന്നു അല്ലേ. അങ്ങനെ തെലങ്കാന സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലൂടെയുള്ള നടത്തം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മനോഹരമായ ദൃശ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഒന്ന് കയറി നോക്കാമായിരിക്കും കേട്ടോ. എനിക്കറിയത്തില്ല, ഹൈദരാബാദിലൊക്കെ വരുവാണെങ്കിൽ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സീ യു അഗെയിൻ.